എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തന്ന മസാല മാത്രം ചേർത്തിയാൽ മതി. അപ്പോൾ ബിഗിനേഴ്സിന് കൂടെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. വരൂ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: സവോള, തക്കാളി, ചിക്കൻ. പിന്നെ നമ്മുടെ ഈ തന്നം ചിക്കൻ മസാല മാത്രം മതി അടിപൊളി ചിക്കൻ കറി റെഡി ആവാൻ. ആദ്യം ആവശ്യത്തിനുള്ള ഓയിൽ. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇന്നിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായതും 2 വലിയ സവോള അതിടുക. ഇത് 2 എണ്ണം, അതായത് ഞാൻ ഇന്ന് 3/4 കിലോ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് 2 വലിയ സവാളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സവോള നല്ലോണം വഴറ്റണം. സവോള നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 തക്കാളി, ഇത് 2 വലിയ തക്കാളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സവാളയും തക്കാളിയും നല്ലോണം വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഈ തന്നം ചിക്കൻ മസാല മാത്രം. സ്ലോ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മുടെ ഈ തന്നം മസാല പൗഡർ ഇടാൻ, അല്ലെങ്കിൽ കരിയും. അതുകൊണ്ട് സ്ലോ ചെയ്യാം. അതായത് ഇന്ന് ഞാൻ 30 ഗ്രാംസ് തന്നം ചിക്കൻ മസാല പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 1/2 കിലോന് 20 ഗ്രാംസ് മതിയാവും. നമ്മുടെ തക്കാളിയും സവാളയും നമ്മുടെ മസാലയും നല്ലോണം വതങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെ വേറെ ഏത് പൗഡേഴ്സും യൂസ് ചെയ്യുന്നില്ല. ഈ 3 ഐറ്റം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ ചിക്കൻ ചേർക്കാം ഇതിലേക്ക്. ഇതിന്ന് 3/4 കിലോ ചിക്കനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചിക്കനിൽ നല്ലോണം മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ മസാല നല്ലോണം ആ പച്ച സ്മെല്ല് പോയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് വെള്ളം മതിയാവും. ചിക്കനിന് നിറയെ വെള്ളം വെളിയിൽ വരും. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് നമ്മൾ വേവിക്കാം. 15 മിനിറ്റ്സ് ആയി. നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ചേർക്കാണ്ട് വെറും സവാളയും തക്കാളിയും നമ്മുടെ തന്നം മസാല മാത്രം ഉപയോഗിച്ച നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.